തൃത്താലയിൽ നേടിയ അട്ടിമറി വിജയം മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടാതെ പോയതിലെ പ്രതിഷേധവും പ്രതികരണവും ഒറ്റവാക്കിലൊതുക്കി വി.ടി. ബൽറാം. സ്വന്തം ഫോട്ടോ വെച്ച് തൃത്താലയുടെ എം.എൽ.എ. എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. സ്നേഹത്തിന്റെ ഒരു ഇമോജിയും ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തോടുള്ള പ്രതിഷേധത്തിന്റെ സൂചനയുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് വിലയിരുത്തൽ. മന്ത്രിസഭയിലുള്ളവരെ വി.ഡി. സതീശൻ പ്രഖ്യാപിക്കുന്നതുവരെ തൃത്താലക്കാർ വി.ടി. ബൽറാം മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപും മന്ത്രിസഭാ തീരുമാനത്തിന്റെ മണിക്കൂറുകളിലും ബൽറാം മന്ത്രിയാണെന്ന് പ്രചരണം വന്നു. മന്ത്രിയായില്ലെങ്കിൽ അദ്ദേഹത്തെ സ്പീക്കറുടെ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായും വാർത്തകൾ പുറത്തുവന്നു. എന്നാൽ അവസാനം വി.ടി. ബൽറാമിന്റെ പേര് വെട്ടി. ഇതോടെയാണ് തൃത്താലയുടെ എം.എൽ.എ. എന്ന ഒറ്റവാക്ക് ബൽറാം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. 3 മണിക്കൂറിനകം ഒട്ടേറെ പേർ പ്രതികരണവുമായി പോസ്റ്റിന് താഴെ എത്തി. 1 മണിക്കൂറിന് ശേഷം ഇവർ യു.ഡി.എഫ് മന്ത്രിമാർ എന്നും പോസ്റ്റ് വന്നു. ജനങ്ങളാണ് മുഖ്യം, ജനവിശ്വാസം കാത്ത് വാഗ്ദാനങ്ങൾ പാലിച്ച് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പുതിയ ടീമിന് സാധിക്കട്ടെ എന്ന ആശംസയും പങ്കുവച്ചിട്ടുണ്ട്. എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിനെ കീഴടക്കിയാണ് വി.ടി. ബൽറാം തൃത്താല മണ്ഡലം തിരിച്ചുപിടിച്ചത്. ഞായറാഴ്ച ഉച്ചവരെ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ വി.ടി. ബൽറാമിന്റെ പേരു നിറഞ്ഞു നിന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മറ്റു പേരുകൾ കടന്നുവരുന്നത്. ബൽറാമും ഷാനിമോൾ ഉസ്മാനും ഉൾപ്പെടെയുള്ളവർ ഇതോടെ ഒഴിവാക്കപ്പെടുകയായിരുന്നു. ശക്തമായ പോരാട്ടത്തിലൂടെ തൃത്താല മണ്ഡലം പിടിച്ചെടുത്ത് മിന്നുന്ന വിജയം കാഴ്ചവെച്ച വി.ടി. ബൽറാമിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതിൽ യു.ഡി.എഫ് അണികൾക്കിടയിൽ നിരാശയും പ്രതിഷേധവുമുണ്ട്. കഴിവുകൾ പരിഗണിക്കപ്പെടാതെ ജാതി സമവാക്യവും മറ്റു പരിഗണനകളും കാരണം സ്ഥാനം ലഭിക്കാത്തതിൽ നിരാശയുണ്ടെന്നാണ് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. തൃത്താലയിലെ വികസന തുടർച്ചയ്ക്ക് വി.ടി. ബൽറാം മന്ത്രിയാകണമെന്നായിരുന്നു പ്രവർത്തകരുടെ അഭിപ്രായം. ഈ ചാനൽ തൃത്താല. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.